നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കൊളംബിയക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയുമുള്ള മത്സരങ്ങളിൽ നെയ്മർ ജൂനിയറെയും റാഫീഞ്ഞയെയും വിനി ജൂനിയറെയും റോഡ്രിഗോയെയും ഉൾപ്പെടുത്തി ഒരു 4 സംഘം, അങ്ങനെ ഒരു അറ്റാക്കിംഗ് കോർട്ടറേറ്റ് അത് വെച്ചുകൊണ്ട് എതിരാളികളെ വലക്കാനായിരുന്നു ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയറിൻ്റെ പ്ലാൻ. പക്ഷേ നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റതോടെ ആ പദ്ധതി പാളിപ്പോയി. എന്നാൽ കോച്ച് അത് വിടാൻ തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നെയ്മർ ഇല്ലെങ്കിൽ മറ്റൊരാൾ, ആ മറ്റൊരാൾ ആരാണ്? അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം സാവിഞ്ഞോയെ നെയ്മറുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ 4 സംഘത്തെ പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ കോച്ച് ചെയ്യുന്നത് എന്ന് ബ്രസീലിയൻ ക്യാമ്പിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നു. കൊളംബിയക്കെതിരെ ബ്രസീലിൻ്റെ മത്സരം ഇതാ നാളെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ 6:15, വെള്ളിയാഴ്ച പുലർച്ചെ 6:15 ആ കളി. അതിനായുള്ള ബ്രസീൽ ടീമിൻ്റെ പരിശീലനം പുരോഗമിക്കുകയാണ്. ആ പരിശീലനത്തിൽ നെയ്മറുടെ സ്ഥാനത്ത് സാവിഞ്ഞോയെ പരീക്ഷിച്ചുകൊണ്ട് ഈ മുന്നേറ്റ നിരയെ വീണ്ടും അവതരിപ്പിക്കുകയാണ്, ഈ 4 സംഘത്തെ വീണ്ടും അവതരിപ്പിക്കുകയാണ് കോച്ച് ചെയ്യുന്നത് എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദവിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ, ശരിക്കും ബെസറാവോ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. സെയിം ഫോർമേഷൻ തന്നെ ഉപയോഗിക്കുക, ആദ്യം പ്ലാൻ ചെയ്ത സെയിം ഫോർമേഷൻ തന്നെ ഉപയോഗിക്കുക. ആ ഫോർമേഷനിൽ നെയ്മർ ജൂനിയറുടെ സ്ഥാനത്തേക്ക് സാവിഞ്ഞോയെ കൊണ്ടുവരിക. സാവിഞ്ഞോ ബ്രസീൽ ടീമിന് വേണ്ടി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കളിച്ചിട്ടുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഡൊറിവാൾ ജൂനിയർക്കുണ്ട്. സാവിഞ്ഞോ, റോഡ്രിഗോ, റാഫീഞ്ഞ, വിനി, ഈ ഒരു ക്വാർട്ടറ്റ് ആയിരിക്കും അടുത്ത മത്സരങ്ങളിൽ ബ്രസീലിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കുക. ഇങ്ങനെയാണ് ഇന്നലത്തെ ട്രെയിനിങ്ങിൽ ആദ്യ ഘട്ടങ്ങളിൽ ഫസ്റ്റ് 11 എന്ന രൂപത്തിൽ പരിശീലിപ്പിക്കുന്ന ടീമിനെ കോച്ച് ഇറക്കുന്നത്. പിന്നീട് എൻട്രിക്കിനെയും അതുപോലെ തന്നെ ജാവോ പെഡ്രോയെയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളുമുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു 11 ഇതായിരിക്കും. ഗോൾ കീപ്പറായിട്ട് ആലീസൺ, ഡിഫൻസിൽ വാൻഡേഴ്സണും മാർക്കിഞ്ഞോസും ഗബ്രിയൽ മെഗല്ലസും ഗുയർമ അരാനയും ഉണ്ടാകും. മധ്യനിരയിൽ ബ്രൂണോ ഗുയ്മാരസും ഗേഴ്സണും, പിന്നെ റാഫീഞ്ഞ, റോഡ്രിഗോ, സാവിഞ്ഞോ, വിനി. ഇതാണ് ഇപ്പോൾ ബ്രസീൽ പ്ലാൻ ചെയ്യുന്ന മുന്നേറ്റ നിര. ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വിങ്ങറായിട്ടാണ് സാവിഞ്ഞോ സാധാരണഗതിയിൽ കളിക്കാറുള്ളത്. അദ്ദേഹത്തെ നെയ്മറുടെ സ്ഥാനത്ത് കളിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഈ താരങ്ങളൊക്കെ, റോഡ്രിഗോയാണെങ്കിലും റാഫീഞ്ഞയാണെങ്കിലും ഒക്കെ ഈ പൊസിഷനൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്ത് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് കളി പുരോഗമിക്കുമ്പോൾ ഈ 4 സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പൊസിഷൻ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ നിരീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.